ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനാവശ്യമായ ചേരുവകൾ നോക്കാം. ഒരു മിക്സഡ് ജാർ എടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് എണ്ണ ചേർക്കുക. വലിയ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് കുക്കർ മൂടി വെക്കാം. ഇനി ചിക്കൻ കഴുകിയെടുത്ത് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ചിക്കൻ മസാല, കുരുമുളക് പൊടി, അല്പം തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചിക്കനിൽ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റോളം മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ എണ്ണ എടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബിരിയാണി അരി എടുത്ത് അത് നന്നായി കഴുകി ഒരു 20 മിനിറ്റോളം അത് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കാം. അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം നാരങ്ങ നീര്, ബിരിയാണി മസാലകൾ ചേർക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് നമ്മുടെ ബിരിയാണിക്കുള്ള അരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് അത് മൂടി വെക്കാം. ഒരു 3/4 ഭാഗം വേവായി മാറുമ്പോൾ നമുക്ക് അതിന് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോകുന്ന പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും ഓയിലും ചേർത്ത് അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത മസാലകൾ ചേർക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ചെടുത്ത ആ ചോറ് ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പ്, പുതിന ചേർക്കാം. ഇനി അല്പം ബിരിയാണി മസാല ചേർക്കാം. ഗ്രാമ്പു, പട്ട, ഏലക്കായ. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ലെയറായി ചോറ് ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് അതിൻ്റെ മുകളിൽ അല്പം മല്ലിച്ചപ്പ്, പുതിനയും ചേർക്കാം. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ലെയറായി ചോറ് ചേർക്കാം. ഇനി ഇതുപോലെ ചെയ്യാം. അതിൻ്റെ മുകളിലായി അല്പം നെയ്യും ചേർക്കാം. ഇനി അടച്ചു വെച്ച പാത്രത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് കനലിടുക. ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ അടച്ചു വെച്ചാലും മതി. തീ കുറച്ച് വെക്കുക. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം.